ശ്രീ മോഹൻ വർഗീസ് അതിനുള്ള മറുപടി അല്ല അതിനുള്ള മറുപടിയിലേക്ക് നീങ്ങാം. ഒരു പ്രത്യേക ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു ഓഫ്റ്റ് റിപ്പീറ്റഡ് ഒരു ഖൗട്ടാണ്. അത് റോമൻ ഭരണകാലത്തെ ഒരു ഖൗട്ടാണ്. റോമൻ ഭരണകാലത്തെ അല്ല, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്തെ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ കോൺകർ ദ വേൾഡ് ഓൺ ഹോഴ്സ് ടോപ്പ്. താങ്കൾക്ക് ലോകം മുഴുവൻ ഒരു കുതിരപ്പുറത്ത് കയറി കീഴടക്കാൻ കഴിയും. ബട്ട് ഇഫ് യു വാണ്ട് ടു റൂൾ ദ വേൾഡ് യു ഹാവ് ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ ഹോഴ്സ്. താങ്കൾക്ക് ഭരിക്കണമെങ്കിൽ, ലോകം ഭരിക്കണമെങ്കിൽ കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങേണ്ടി വരും. ഇത് തന്നെയാണ് ഈ തരുണത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ജനാധിപത്യത്തിൽ ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കും, ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കും. ആ ഭൂരിപക്ഷം ലഭിച്ച മുന്നണിയുടെ പ്രൊറോഗറ്റീവാണ് മന്ത്രിസഭ ഉണ്ടാക്കുക എന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. പക്ഷേ നിയമങ്ങൾക്ക് ചാരുതയുണ്ടാകണമെങ്കിൽ, ദൃഢതയുണ്ടാകണമെങ്കിൽ, വ്യാപകമായ അംഗീകാരം ഉണ്ടാകണമെങ്കിൽ പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കണം. ശക്തമായ ഭരണപക്ഷത്തോടൊപ്പം ക്രിയാത്മകമായി കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഓപ്പോസിഷൻ കൂടി ഉണ്ടാവണം. ആ ഓപ്പോസിഷനെ സിസ്റ്റമാറ്റിക്കായി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പതിവാണ് കഴിഞ്ഞ 10 വർഷം നടന്നതെങ്കിൽ അതിനെ സാധ്യമല്ല ഇപ്പോൾ. കാരണം നമ്പേഴ്സ് അങ്ങനെയാണ് കാണുന്നത്. കാരണം ഒരു പ്രത്യേക കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അപ്പൊ സ്വാഭാവികമായി പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല തിരുത്തലുകൾ ഉണ്ടാവേണ്ടത്, ഭരണപക്ഷത്തെ ചെറിയ കക്ഷികളിൽ നിന്നും പിന്തുണയ്ക്കുന്ന കക്ഷികളിൽ നിന്നും ഉൾപ്പെടെ തിരുത്തലിന്റെ സ്വരമുണ്ടാകണം. അതാണ് ജനാധിപത്യത്തിന്റെ, പ്രത്യേകിച്ച് ഒരു മുന്നണി മര്യാദകൾ. അതാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സും ചാരുതയും ദൃഢതയും എന്ന് പറയുന്നത്. തേർവാഴ്ച നടത്തുന്നതിനകത്തല്ല. നിതീഷ് കുമാറൊക്കെ ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് മറിച്ചൊരു നിലപാടുണ്ടായാൽ അങ്ങ് എതിർത്ത് പുറത്തേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണോ ഇന്ത്യ മുന്നണിക്കുള്ളത്? അത് ശരിയായ പ്രതീക്ഷയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് അധികാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും അദ്ദേഹം പോകുമെന്ന് കരുതുന്നില്ല. സ്മൃതി, നമ്മൾ ബീഹാറിലെ ഒരു റീജിയണൽ പാർട്ടിയാണ് JDU, ജനതാദൾ യുണൈറ്റഡ്. അപ്പൊ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ജാതി സംവരണവുമായി ബന്ധപ്പെട്ടാണ്. നിതീഷ് കുമാറിന്റെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും, എക്സ്ട്രീംലി ബാക്ക്വേർഡ് വിഭാഗങ്ങളുടെ വോട്ട് കിട്ടും, നോൺ യാദവ് OBCയുടെ വോട്ട് കിട്ടും, മഹാദളിതുകളുടെ വോട്ട് കിട്ടും. ഇതെല്ലാം ആവശ്യമാണ് നിതീഷ് കുമാറിന്. നിലനിൽപ്പിന് വേണ്ടിയാണ് സഖ്യകക്ഷികൾ ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. പക്ഷെ അവരുടെ കോർ ഐഡിയ എന്ന് പറയുന്നത് ജാതി സംവരണം തന്നെയാണ് നിതീഷ് കുമാറിന്റെ ആശയം. അത് ലാലുവിന്റെ ആശയം അത് തന്നെയാണ്. അപ്പൊ ബീഹാറിലെ BJP ഇതര ഏതാണ്ട് എല്ലാ കക്ഷികളും BJPയോടൊപ്പം നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആകട്ടെ, വ്യംഗ്യമായ അർത്ഥത്തിൽ ഒരുപക്ഷെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ആയിക്കൊള്ളട്ടെ, ഈ പാർട്ടികൾ ഇപ്പോൾ NDA മുന്നണിയിലാണ്. പക്ഷേ ജാതി സെൻസസ് വേണ്ട എന്ന് ആത്മാർത്ഥമായി ഇലക്ടറേറ്റിനോട് പറയാവുന്ന ഒരു അവസ്ഥയിലല്ല അവർ. അപ്പൊ അത് പ്രായോഗികതയാണ്. അത് മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി, 16 MP-മാരുള്ള തെലുങ്ക് ദേശം പാർട്ടിക്ക് അവരുടേതായ അജണ്ടകളുണ്ട്, അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ല വോട്ട് ചെയ്തത്. അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് വോട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിശാലമായ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഒരു മുന്നണിയായി നിൽക്കുമ്പോഴും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാവേണ്ടതാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു നാഷണൽ അജണ്ട ഫോർ ഗവർണൻസ്. അതായിരുന്നു NDAയുടെ പ്രധാനപ്പെട്ട അജണ്ട. ഈ സഖ്യകക്ഷികളുമായി എല്ലാം ചേർന്ന് ആലോചിച്ച് ഒരുമിച്ച് നിൽക്കാവുന്ന കാര്യങ്ങൾ വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമക്ഷേത്രം ഒരു കോമൺ അജണ്ട ആയിട്ട് വന്നില്ല. നാഷണൽ അജണ്ട ഫോർ ഗവർണൻസിൽ രാമക്ഷേത്രമാകട്ടെ, ആർട്ടിക്കിൾ 370 ആയിക്കൊള്ളട്ടെ, കാശ്മീർ ആയിക്കൊള്ളട്ടെ, യൂണിഫോം സിവിൽ കോഡായിട്ട്, ഇതൊന്നും നാഷണൽ അജണ്ട ഫോർ ഗവർണൻസിൽ വന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല, രണ്ട് കൂട്ടർക്കും ഇല്ല എന്നതാണ്. അത് രൂപപ്പെട്ട് വരേണ്ടതാണ്. മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പൊതുധാരണ എത്തണം. ഒന്ന്, ആദ്യ ധാരണ എത്തേണ്ടത് മുന്നണിക്കുള്ളിലാണ്. രണ്ടാമത്തെ ധാരണ എന്ന് പറയുന്നത് വിശാല പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാനാവില്ല, ഉറപ്പാണ്. ഭരണപക്ഷത്തിന് മാൻഡേറ്റ് ജനം കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനല്ല, മറിച്ച് ഭരണപക്ഷത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു ദേശീയ സമവായം
കൺസെൻസസ് എന്ന് പറയാം. ഇതാണ് കൺസെൻഷ്വൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ കൺസെൻസസ് ഇല്ലാതെ പോകുമ്പോൾ ജനാധിപത്യം കേവലം നമ്പറിന്റെ മാത്രം ഒരു കളിയായി മാറുന്നു. സ്മൃതി, ഇത് അൺഫോർച്ചുനേറ്റ് ആണ്. ഭരണഘടനാ പിതാക്കന്മാർ ഡോക്ടർ BR അംബേദ്കർ ആകട്ടെ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാകട്ടെ, ഗോപാലസ്വാമി അയ്യങ്കാർ ആയിക്കോട്ടെ, HM കുൽസ്രു ആയിക്കട്ടെ, TT കൃഷ്ണമാചാരി ആകട്ടെ, ഇതെല്ലാവരും തന്നെ ഒരുപാട് നേരം ഡിബേറ്റ് ചെയ്തൊരു വിഷയമാണ് ഈ കൺസെൻഷ്വൽ അപ്രോച്ചിനെ കുറിച്ച്. അത് സാധ്യമാകണമെങ്കിൽ ഭരണഘടനയിലെ ഏതെങ്കിലും വകുപ്പ് ഉയർത്തി കാട്ടിക്കൊണ്ട് കൺസെൻസസ് എന്ന് പറയാനൊക്കില്ല. അതൊരു പാരമ്പര്യമാണ്, അതൊരു പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശമാണ് കൺസൾട്ട് ചെയ്യപ്പെടുക എന്നത്. അതേസമയം ഭരണപക്ഷത്തിന്റെ അവകാശമാണ് ഭരിക്കുക എന്നത്. പക്ഷെ ഇതിന്റെ രണ്ടിനും ഇടയിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കൺസെൻസസ് എന്ന് പറയുന്നത്. യോജിക്കാവുന്ന വിഷയങ്ങളിലെങ്കിലും ഒരു ദേശീയ തലത്തിലൊരു ധാരണ എത്തണം. അതിനുള്ള നമ്പർ ഇതില്ലാതെ വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നോക്കൂ, ഞാൻ എടുത്തു പറഞ്ഞ ഈ രണ്ടുപേര്, അതായത് ഒന്ന് മധ്യപ്രദേശിൽ നിന്നും ചൗഹാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേറ്റ് സത്യപ്രതിജ്ഞയ്ക്കായി നീങ്ങിയപ്പോൾ, MP ആയി സത്യപ്രതിജ്ഞയ്ക്കായി നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ഹർഷാരവങ്ങളാണ് ഇന്ത്യ മുന്നണി കൊടുത്തത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നിതിൻ ഗഡ്കരി, അദ്ദേഹം വളരെ നീതിമാനായ ഒരു നേതാവായിട്ടാണ് ഒരു BJP-കാരനായ മന്ത്രിയെ വെറും BJP-കാരൻ മന്ത്രി എന്നല്ല കണ്ടത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉള്ളിൽ ഒരു സെലക്റ്റീവ് അപ്രോച്ച് ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. ഈ ഘട്ടത്തിൽ അങ്ങനെ സെലക്റ്റീവായി ഭരണകക്ഷി മന്ത്രിമാരെ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ഗവൺമെന്റിലെ ആളുകളെ കാണുന്നത് അത്ര ആരോഗ്യപരമായ കാര്യമല്ല. ഓപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും പരസ്പരം ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ശ്രീ അമിത്ഷാ ആകട്ടെ, ശ്രീ നരേന്ദ്രമോദി ആകട്ടെ, വ്യക്തികൾ എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ശബ്ദമുണ്ടാക്കി എന്ന് പറയുന്നത് ഭരണഘടനയെ വീണ്ടും 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 ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ, പ്രതിപക്ഷത്തിന് മുമ്പിൽ ഭരണഘടനയെ ഒരു വളരെ വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ്. എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിന് Debate with Smriti Parithikad.